എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 6ാം ക്ലാസ് കേരള പദാവലി മലയാളം ഫസ്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നതാണ്. ഇവിടെ കല്ലുവും പൊന്നുവും എന്നൊരു കവിത നൽകിയിട്ടുണ്ട്. കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ആദ്യമായി തന്നെ നൽകിയിട്ടുള്ളത്. കവിത വായിക്കാൻ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആരുടെ നിലവിളിയാണ് താഴ്വരയിൽ കേട്ടത്? ഉത്തരം, പൊന്നിന്മാലയിട്ട കുട്ടിയുടെ. അടുത്ത ചോദ്യം, കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത് ഏത് വഴിയിലൂടെയാണ്? ഉത്തരം, കുന്നിൻ ചെരുവിലൂടെ. പുഴകളും പൂക്കളും പുളകമാർന്നതെന്തുകൊണ്ട്? കുട്ടിയുടെ ധീരത കണ്ട്. കല്ലുറപ്പുള്ളത് എന്തിനാണ്? ഉത്തരം, മനസ്സിന്. കല്ലുമാലയിട്ട കുട്ടി കള്ളനെ നേരിടാൻ കാരണമെന്താവാം? ഉത്തരം, കൂട്ടുകാരിയോടുള്ള സ്നേഹം കൊണ്ട്. അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനമാണ്. കഥാപാത്ര നിരൂപണം എന്നാണ് ചോദ്യം. സാവധാനത്തിലുള്ള ചലനങ്ങളും മൃദുലമായ സംസാരവും കൈമുതലായ കുഴലൂത്തുകാരൻ ഹാമലിൻ പട്ടണത്തിലെത്തിയ കഥ നിങ്ങൾ വായിച്ചല്ലോ. കുഴലൂത്തുകാരൻ്റെ രൂപം, സ്വഭാവ സവിശേഷതകൾ, പെരുമാറ്റം എന്നിവ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഇവിടെ ഹാമലിൻ പട്ടണത്തിലെത്തിയ കുഴലൂത്തുകാരൻ്റെ കഥാപാത്ര നിരൂപണമാണ് തയ്യാറാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളും കൂടാതെ സ്വഭാവ സവിശേഷതകൾ കൂടി ഉൾപ്പെടുത്തിയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. ബി ക്വസ്റ്റ്യൻ, എലി എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഇവിടെ മൂഷികൻ, മൂകൻ, ലീനൻ എന്നാണ് നൽകിയിട്ടുള്ളത്. ഉത്തരം, മൂഷികൻ. പ്രവർത്തനം 3, താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ്. മാലാഖ 3, ഒന്നും പറയണ്ട, ഞങ്ങൾ നിന്നെ രക്ഷിക്കും. വൃദ്ധ, ഉപകാരം ചെയ്തതിന് ശിക്ഷയോ? മാലാഖമാർ സഹായിക്കാനെത്തിയ വൃദ്ധയോട് ശത്രുവിനെ പോലെ പെരുമാറുന്നു. പാഠഭാഗത്തിലെ ഈ സന്ദർഭവും താഴെ കൊടുത്തിരിക്കുന്ന വരികളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ കുമാരനാശാൻ്റെ വരികളാണ് നൽകിയിട്ടുള്ളത്. മനമിങ്ങു ഗുണം വരുമ്പോഴും വിനയത്തോർത്ത് വൃദ്ധ ഭയപ്പെടും. കനിവാർന്നു പിടിച്ചിണക്കുവാൻ തുനിയുമ്പോൾ പിടയുന്നു പക്ഷി പോലും. ഈ കവിതയും കൂടാതെ പാഠഭാഗത്തിലുള്ള ഭാഗങ്ങളും ഉൾപ്പെടുത്തിയാണ് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ താരതമ്യത്തിന് വിധേയമായ ആശയങ്ങളും കൂടാതെ സ്വന്തം കാഴ്ചപ്പാടും ആശയങ്ങൾ പൂർവാപര ബന്ധത്തോടെ കൂടിയാണ് ഉൾപ്പെടുത്തേണ്ടത്. ബി ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജി ശങ്കരപ്പിള്ളയുടെ കൃതി ഏത്? ഇവിടെ വേനലിൽ ഒരു പുഴ, വിടരേണ്ട പൂമൊട്ടുകൾ, പ്ലാവിലത്തൊപ്പികൾ എന്നീ 3 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരം, പ്ലാവിലത്തൊപ്പികൾ. പ്രവർത്തനം 4, വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഒരാൾ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നില്ലെന്ന് വയ്ക്കുക. എങ്കിൽ അയാൾ തൻ്റെ മാളത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരിക്കും. സതീഷ് ധവാൻ കലാമിനോട് പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അടുത്തതായി KC കേശവപിള്ളയുടെ ചില വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ച തീശൻ. മുകളിൽ വിവരിച്ച 2 സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ഇവിടെ 2 സന്ദർഭങ്ങളിലും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. കൂടാതെ അവ തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും കൂടി ഉൾപ്പെടുത്തി സ്വന്തം അഭിപ്രായങ്ങളും ചേർത്ത് വേണം വിശകലനക്കുറിപ്പ് തയ്യാറാക്കാൻ. പ്രവർത്തനം 5, ഉപന്യാസം തയ്യാറാക്കാനാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. അനാവശ്യ ധനച്ചെലവ് ഒരു മംഗളകർമ്മത്തിനും പാടില്ല. കൃഷി ചെയ്യണം, കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല്ല്. കെട്ടുകല്യാണം എന്ന പാഠഭാഗം വായിച്ചുവല്ലോ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ശ്രീനാരായണ ഗുരു നടത്തിയ പോരാട്ടം കേരളത്തെ ഏറെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്ന സൂചനകളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും ചേർത്ത് ശ്രീനാരായണ ഗുരുവും കേരളവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവും കേരളവും എന്ന ശീർഷകം വേണം നൽകാൻ. കൂടാതെ പാഠഭാഗത്തിൻ്റെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ
മുകളിൽ നൽകിയിട്ടുള്ള പോലുള്ള സന്ദേശങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് ഉപന്യാസം തയ്യാറാക്കേണ്ടത്. പ്രവർത്തനം 6 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ ഒരു കവിത നൽകിയിട്ടുണ്ട്. പി. മധുസൂദനൻ എന്ന കവിയുടെ കവിതയാണ് നൽകിയിട്ടുള്ളത്. എല്ലാ പരീക്ഷകളിലും വ്യത്യസ്തമായ കവിതകളാണ് നൽകാറുള്ളത്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കവിതയുടെ ആശയം, അതോടൊപ്പം തന്നെ സവിശേഷ പ്രയോഗങ്ങൾ, കൂടാതെ സ്വന്തം അഭിപ്രായങ്ങൾ, കൂടാതെ കാവ്യഭംഗികൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.